ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രിവ്യൂ കട്ടും ഇല്ല, എഡിറ്റിംഗ് മായാജാലങ്ങളും ഇല്ല കേട്ടോ. നേരിട്ട് നമ്മൾ ഈ വ്ളോഗിലേക്ക് പോവാണ്. ഇന്ന് ഓഗസ്റ്റ് 9 സൺഡേ ആണ് കേട്ടോ. നമ്മൾ ശ്രീശങ്കര ഹാളിൽ, തൃശ്ശൂരുള്ള ശ്രീശങ്കര ഹാളിൽ വെച്ചിട്ട് അഭിരാമം ഹോസ്റ്റ് ചെയ്യുന്ന എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കുറേ നാളായി അഭിരാമത്തു നിന്ന് ഒരു സെറ്റ് മുണ്ട് വാങ്ങണമെന്ന് ഇങ്ങനെ മനസ്സിൽ മോഹമുണ്ട്. അപ്പോൾ എക്സിബിഷൻ അനൗൺസ് ചെയ്ത് കണ്ടപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എക്സിബിഷന് വന്നിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ എക്സിബിഷന് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം അഭിരാമിനെ എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അഭിരാമി. പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അപ്പം നമുക്കറിയുന്ന ഒരാൾ വളരെ സക്സസ്ഫുൾ ആവുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ആ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സിബിഷന് വന്നിരിക്കുകയാണ്. ശ്രീശങ്കര ഹാളിൽ ഇതാ ഒരു നല്ല വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ട് എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ് വരുന്നത്, സൺഡേ ആണ് വരുന്നത്. അപ്പോൾ ആ ഫ്രെയിം ഇപ്പോൾ അവിടെ ചാരി വെച്ചിട്ടുള്ള രീതിയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം അത് നല്ല രീതിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോസിനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ സംരംഭകരുണ്ട്. കുറേ ആളുകളെ കാണാനും ഒരുപാട് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടാനും കാണാനൊക്കെ പറ്റിയിട്ടോ. നമ്മൾ ഇൻസ്റ്റാ പേജിൽ മാത്രം കാണുന്ന കുറേ സംഗതികൾ ഇവിടെ കാണാൻ പറ്റി. ഈ എക്സിബിഷൻ്റെയൊക്കെ പ്രത്യേകത അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് ലോക്കൽ സ്റ്റോറിൽ പോയാൽ കാണാൻ കിട്ടാത്ത ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പൗച്ചസ്, ബാഗ്സ്, ഡ്രസ്സസ്, ഹാൻഡ് എംബ്രോയിഡറീഡ് ആയിട്ടുള്ള സംഗതികൾ, കരവിരുതിൻ്റെ ഒരു എന്താ പറയുക, കരവിരുതിൻ്റെ ഒരു ലോകം തന്നെയാണ്. എല്ലാവരും നമ്മളെ വളരെ വാമായിട്ട് വെൽക്കം ചെയ്യും. അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ കാണിച്ചു തരും, നമ്മളോട് സംസാരിക്കും, വളരെ ഇത് പ്ലീസിങ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് ആ ഒരു കുട്ടി ചെയ്തിട്ടുള്ള ക്രോഷ്യോ പ്രോഡക്റ്റ്സ് ഒക്കെയാണ് കേട്ടോ. അത് ചെറിയ കുട്ടിയാണ്, പക്ഷെ അവളിങ്ങനെ ഓരോന്ന് ഇത് സ്ക്രഞ്ചിയാണ്, ഇത് കോസ്റ്ററാണ്, അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണാനായിട്ട് നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് നമ്മൾ ചെറിയൊരു ബാഗ് വാങ്ങി. നമസ്വിക്ക് ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബാഗ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റോളിൽ നിന്നും എന്തെങ്കിലും വാങ്ങണം എന്ന് നമുക്ക് ഒരാഗ്രഹം തോന്നും. നമുക്കത് എന്താ പറയുക, നമുക്കിതൊരു അത്യാവശ്യമായിട്ടുള്ള സംഗതി അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ എന്താ പറയുക ബിസിനസ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നും കേട്ടോ. പക്ഷേ നമ്മൾ അത്ര എന്താ പറയുക ഹൈ പർച്ചേസിന് ഒരുങ്ങിയിട്ടല്ല വന്നിട്ടുള്ളത്. നമുക്ക് അത്രയ്ക്ക് എല്ലാ സ്റ്റോളൊന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നും വാങ്ങാനും പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ടുള്ള പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട്. ഇത് അവൾക്ക് വലിയ ഇഷ്ടമായി, ലാവൻഡർ കളറുള്ള ബാഗ്. അങ്ങനെ നമ്മൾ ആ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോളിലേക്ക് വന്നു. ഞാനിവിടെ വന്ന സമയത്ത് വീഡിയോ എടുക്കണം, നല്ലൊരു കണ്ടൻറ് വീഡിയോ ആയിരിക്കും എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഞാനിതിങ്ങനെ കണ്ട് ആസ്വദിച്ച് തൊട്ട് തലോടി അതിൽ കുറേ നേരം നോക്കി നിന്ന് അങ്ങനെയൊക്കെ കണ്ടു പോകാനായിരുന്നു എനിക്ക് ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ അത്ര അടിപൊളി ആയിരിക്കണം എന്നില്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗർ എടുത്തിട്ടുള്ള വ്ളോഗ് പോലെയൊന്നും ആവില്ല. ഞാനിങ്ങനെ കണ്ടതിൻ്റെ കൂടുതൽ അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എടുത്തിട്ടുള്ള കുഞ്ഞു ക്ലിപ്സ് ഇതിനകത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിച്ച് തരിക കേട്ടോ. ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇവർ ഓരോരുത്തരും നമുക്ക് അവരുടെ ഇൻസ്റ്റാ പേജ് കാണിച്ചു തരും, കാർഡ് തരുമൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അഭിരാമത്തിൻ്റെ സ്റ്റോള് റൈറ്റ് സെൻറ്ററിലാണ് ഹാളിൻ്റെ. അതിനെ ചുറ്റി പല സ്റ്റോളുകളും ഉണ്ട്. ഇതൊക്കെ നല്ല രസമായിട്ടുള്ള കുർത്തകളൊക്കെയാണ്. ഈ സ്റ്റോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള പൗച്ചസും ബാഗ്സും ടോട്ട് ബാഗും അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഹാൻഡ് പെയിൻറ്റിങ്സാണ്. നല്ല ഫിനിഷിങ്ങിൽ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്നും വാങ്ങിയില്ല, ഞാനെല്ലാം തൊട്ട് മുത്തി പോരുക പറയില്ലേ, അതേപോലെ തൊട്ട് തലോടി വന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഞാൻ പണ്ട് എൻ്റെ ഓഫീസിലൊരു കുട്ടി നല്ലോണം പെയിൻറ്റ് ചെയ്യണ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനെ ഞാൻ ഈ സമയത്ത് ഓർത്തു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സ്റ്റോളിൽ വന്നു നമ്മൾ. നെക്സ്റ്റ് സ്റ്റോളും ഇതേപോലെ നല്ല ഡ്രസ് കളക്ഷനൊക്കെ ഉള്ള സ്റ്റോളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹാളിൻ്റെ സെൻറ്ററിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇത് അവിടെ ദേശരാഗം എന്ന് പറഞ്ഞിട്ടുള്ള അഭിരാമത്തിൻ്റെ കളക്ഷൻസ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റാ പേജിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഫെമിലിയർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയർ കഫ് എന്നല്ലേ പറയുക അതിനെ, ഇയർ കപ്സ് വരണ ഒരു സ്റ്റോൾ കണ്ടു. എന്ത് ഭംഗിയുള്ള ഇയർ പീസസ് ആണെന്നറിയോ, സ്റ്റണ്ണിങ് ആയിട്ടുള്ള സംഗതികളാണ് കേട്ടോ. കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ അത് അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല, പക്ഷെ നമുക്ക് എല്ലാ സ്റ്റോളിൽ നിന്നും
എല്ലാ സ്റ്റോളൊന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു ഇളക്കത്താലിയുടെ പാറ്റേൺ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു സ്റ്റോളിൽ വന്നു. ഈ ഒരു സ്റ്റോളിലാണ് ഞാൻ മൂക്കും കുത്തി വീണ സ്റ്റോള്. കാരണം ഇത് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ ഇവരുടെ കയ്യിലുള്ളത്. പത്മമാല എന്നാണ് ഈ പേജിൻ്റെ പേര്. ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ച് അവരുടെ കാർഡ് വാങ്ങി. കാരണം അതിനൊരു കാരണമുണ്ട്, ഞാനത് കാണിക്കാം. ഇവരുടെ കയ്യിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പൂത്താലി, മൂന്നിഴമണി, താലിക്കൂട്ടം, ഇത് ഈ ഓരോ മാലയ്ക്ക് ഓരോ പേരുണ്ട് കേട്ടോ. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മാലയാണ് ഇതപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഗോൾഡിൽ വരണ അതേ ഫിനിഷിങ്ങിൽ അതേപോലെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് മുന്നേ സിദ്ധ സ്റ്റോറിൽ നിന്ന് ഞാനൊരു താലിക്കൂട്ട മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കുറച്ചും കൂടെ വലുപ്പമുണ്ട്. റിയൽ ഗോൾഡിൽ വരണ പോലെ ഇല്ല. പക്ഷേ ഇത് ഡിറ്റോ ആണ്. ഇതെന്തായാലും വൺസ് ഇൻ മൈ ലൈഫ് ഞാനത് മേടിക്കും എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ പോന്നു കേട്ടോ. നെക്സ്റ്റ് സ്റ്റോൾ വന്ന് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ബാഗ്സും പൗച്ചസൊക്കെ ഉള്ള ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. എനിക്കിത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് മറ്റുള്ളവർ ചെയ്തത് കാണാൻ നല്ല കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഞാനതൊക്കെ കാണാൻ. പിന്നെ ഒരു ബേക്കറിൻ്റെ ഒരു സ്റ്റോള് കണ്ടു. ഇവിടെ നമ്മളൊരു ബ്രൗണി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണി കോട്ടൺ സാരീസും കാഞ്ചി കോട്ടൺ സാരീസൊക്കെയാണ് ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണുന്ന തിരക്കിലായതുകൊണ്ട് വീഡിയോ അത്ര കാര്യമായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ മൽ കോട്ടൺ സാരീസാണ് കേട്ടോ. അത് മൽ ടിഷ്യൂ സാരീസ് ഉണ്ട്, മൽ കോട്ടൺ സാരീസ് ഉണ്ട്. അവരെല്ലാവരും നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ നന്നായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഇത് സിയാൻ കവർലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറാണ് കേട്ടോ. ഇവിടെ ബെഡ്ഷീറ്റും ഹാൻഡ് എംബ്രോയിഡറി ചെയ്തും ക്രോഷ്യ ചെയ്തതായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടേബിൾ മാറ്റിൻ്റെ സെറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ടേബിളിൻ്റെ സെൻറ്ററിൽ ഫ്ലവർ വൈസൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഗതി നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ അത്യാവശ്യം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ടൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പലതും വാങ്ങാം കേട്ടോ. ഇതൊരു ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയുടെ ഒരു സ്റ്റോളാണ്. ഇതിൻ്റെ പേര്, എല്ലാ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നല്ല പ്രീമിയം ആയിട്ടുള്ള കളക്ഷനായിരുന്നു. ഞാനൊരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചു, 500 സംതിങ് എന്തോ ആണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ നെക്ലസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്റ്റോറിൽ വന്നു. ഇവിടെ നല്ല രസമായിട്ടുള്ള പെൻഡൻ സെറ്റുകളുണ്ട്. ഡയമണ്ട് ലുക്ക് ലൈക്ക് പെൻഡൻ സെറ്റ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഇയർ ഡ്രോപ്സ് ഉണ്ട്. പിന്നെ പല പാറ്റേണിലുള്ള താലിമാലയുടെ കളക്ഷൻസാണ് കേട്ടോ. ഡയമണ്ട് ലുക്കലേക്ക് താലിയുണ്ട്, ഇലത്താലിയിൽ ഡയമണ്ട് വരണ പോലത്തെ, പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിലിങ്ങനെ ഇളകി കളിക്കുന്ന പോലത്തെ ഒരു താലി, പിന്നെ മംഗൾസൂത്ര പാറ്റേൺസിലുള്ളതൊക്കെ നല്ല രസമായിട്ട് കണ്ടു കേട്ടോ. ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ ആദ്യം ഇരിക്കുന്ന 1, 2 അതിൻ്റെ താഴത്തേക്കുള്ളതിനൊക്കെ 399 ആണ് പറഞ്ഞത്. 400 രൂപ. 400 രൂപയ്ക്ക് തെറ്റൊന്നുമില്ല കേട്ടോ. നല്ല മാലകളാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു കൺമഷി വാങ്ങിയിട്ടുണ്ട്. ഇത് ഉമ്മച്ചീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് തോന്നുന്നു. അപ്പോൾ അവർ നന്നായി സംസാരിച്ചു. ഇവിടെ സോപ്പുണ്ട്. ഇപ്പം ഞാൻ ഈ കണ്ണ് എഴുതി കൊടുത്ത് വളമാക്കിയത് പിന്നീട് ഒരു ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ അഭിരാമത്തിൻ്റെ ഡെസ്കിലെത്തിയിട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള കുറേ സംഗതികൾ കയ്യെത്തും ദൂരത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. എനിക്ക് ഇവരുടെ കുറേ കളക്ഷനിലുള്ള കുറേ സെറ്റ് മുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെറ്റ് മുണ്ടാണ് എനിക്ക് ആകെ ഉടുക്കാൻ അറിയുന്നത്. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ 3-4 പീസൊക്കെ വേണം എന്നിങ്ങനെ ഒരു കൊതി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരെണ്ണം വാങ്ങാനുള്ള ബഡ്ജറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരെണ്ണം എടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു പല്ലവി എന്നുള്ള ഈ സെറ്റ് മുണ്ടാണ് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായത്. എനിക്കതിനേക്കാളും വേറൊന്നും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ പല്ലവി അവിടെ വെച്ചിട്ട് ആമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് മുണ്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനത് കാണിക്കാം കേട്ടോ. ഭാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് മുണ്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു. പിന്നെ ഇതിൽ തന്നെ കാവ്യ പിന്നെ ഈ ഒരു വാടാമല്ലി, ആ ടെമ്പിൾ ഡിസൈൻ വരുന്നത് ഭാമ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ. പിന്നെ വാർലി പ്രിൻറ്റ് വരുന്നതുണ്ട്, ചെമ്പരത്തി, അങ്ങനെ പല പല പേരിൽ നിങ്ങൾ ഇൻസ്റ്റാ പേജിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ മെജോറിറ്റി എനിക്കിഷ്ടമുള്ളതാണ്. ചിലതൊക്കെ നമ്മുടെ ടേസ്റ്റിന് പറ്റിയതായിരിക്കില്ല. അങ്ങനെ പിന്നെ അടുത്തൊരു സ്റ്റോള്, ഇതൊക്കെ ജ്വല്ലറി സ്റ്റോറാണ്. പിന്നെ അതൊരു കുഞ്ഞി ഇളക്കത്താലി കണ്ടു. നല്ല രസമുള്ളതാണ് കേട്ടോ. അതിന് 750 എന്തോ ആണ് റേറ്റ് വരുന്നത്. പക്ഷേ ഞാൻ മറ്റേ താലിക്കൂട്ട മാലയിൽ പണ്ടേ സ്റ്റക്കാണ്. എല്ലാം വേണമെന്നുണ്ട്, പക്ഷെ അതെനിക്ക് നിർബന്ധമായിട്ട് വേണമെന്നുള്ള ആഗ്രഹമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ടേബിളിൻ്റെ സെൻറ്ററിൽ കിടന്ന് ഒന്ന് വാങ്ങിയിട്ടുണ്ടെന്ന്, അതാണ് കേട്ടോ നമസ്വിയുടെ കയ്യിൽ കണ്ടത്. പിന്നെ ഇവിടെ ഇത് മൽ ടിഷ്യൂ സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 999 എന്തോ ആണ്. നല്ല കളറും
നല്ല സാരിയാണ്, നല്ല തളർന്ന് കിടക്കുന്ന സാരിയാണ്. പിന്നെ ഇതാ കല്യാണി കോട്ടൺ സാരീസൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. 1400 എന്തോ ആണ് റേറ്റ്, ഓഫറിൽ 1200 സംതിങ് ആണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. എല്ലാം നമുക്കിങ്ങനെ കാണുക എന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ സാരി ഒരു ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് 4 പ്രാവശ്യം 5 പ്രാവശ്യമായിട്ട് ഞാൻ സാരി ഉടുത്തിട്ടുള്ളൂ. അപ്പോൾ സാരി എൻ്റെ മെയിൻ അട്രാക്ഷൻ സാരി എടുത്ത് പട്ടുപാവാട തയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. സാരി ഉടുക്കാൻ ഇനി പഠിക്കണം, പക്ഷെ എനിക്ക് നിലവിൽ സാരി ഉടുക്കാൻ അത്ര ധാരണയില്ല. അത് കഴിഞ്ഞ് നമ്മളിത് അഭിരാമത്തിൻ്റെ ലക്കി ഡ്രോ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതിൽ നമ്മൾ പേരൊക്കെ എഴുതിയിട്ടു കേട്ടോ. ലക്കി ഡ്രോ ഒക്കെ അന്ന് ഈവനിങ് തന്നെ കഴിഞ്ഞു. ആർക്കാണ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ 3 എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് 9-ാം തീയതി, ഞാൻ പറഞ്ഞില്ലേ സൺഡേ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് വൈകിയതാണ് കേട്ടോ. അന്ന് തന്നെ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. തുന്നി കൊടുക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിലൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ എന്താണെന്നറിയാം, ബാംഗിൾസ് ഉണ്ട്. എഗെയിൻ ഈ ജ്വല്ലറി കണ്ട് അയ്യോ എനിക്ക് നല്ല സന്തോഷമായി. ഇത് ശിവഭഗവാനും ശ്രീ പാർവതി തമ്മിലുള്ള കല്യാണത്തിൻ്റെ ഒരു പീസാണ് കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് പീസാണ് അത്. എന്ത് ഭംഗിയുള്ള, എത്ര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണല്ലേ എന്ന് നമ്മളിങ്ങനെ വായി നോക്കി നിന്ന് പോകുന്ന അത്രയും ക്രിയേറ്റിവിറ്റി ഇവിടെ കാണാൻ പറ്റി കേട്ടോ. ഇത് പലതരത്തിലുള്ള ജ്വല്ലറി ഉണ്ട് ഇവിടെ. പീകോക്ക് ഫെദറും എംബ്രോയ്ഡറി ത്രെഡൊക്കെ വെച്ചിട്ടുള്ള മാലകൾ, പിന്നെന്താ ഫാബ്രിക് വെച്ചിട്ടുള്ള മാലകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഓർണമെൻറ്റ്സ് കണ്ടു കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സെറ്റുമുണ്ട്. ഞാൻ അവസാനം അത് കാണിക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരുവിധം നമ്മൾ ഈ എല്ലാ സ്റ്റോളുകളിലും കയറി ഇറങ്ങി കഴിഞ്ഞു. എല്ലാവരും നമുക്ക് കാർഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പേര് എനിക്ക് ലൈവായിട്ട് ഇപ്പോൾ ഇതിൽ പറയാനായിട്ട് ഓർമ്മയില്ല. ലാസ്റ്റിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കാർഡൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവരുടെ മ്യൂസിക് പ്രോഗ്രാംസ് എന്നുള്ള രീതിക്ക് ഒരു കുട്ടി അവിടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. എന്തായാലും ഓൾ ടുഗെദർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു എക്സിബിഷന് വന്നിട്ട്. എനിക്ക് പൊതുവേ എക്സിബിഷന് പോകാനും ഇങ്ങനെ തിരിച്ച് നടക്കാനും കറങ്ങി നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ എന്നോട് എക്സിബിഷൻ ബോറായിരുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അഭിനയ കണ്ട് സംസാരിച്ചിരുന്നു, നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നത് മൈജിയിലേക്കാണ്. പെട്ടെന്ന് എക്സിബിഷൻ സ്റ്റോളിൽ നിന്ന് എന്താ ഇവിടെ എന്നാണോ വിചാരിക്കണേ. മൈജിയിലേക്ക് വന്നത് ഒരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ട്, EMIയിൽ വാങ്ങാനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ഫ്രിഡ്ജ് കേട് വന്നിട്ട്, അതായത് എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് കേട് വന്നിട്ട് ഒരു 2 മാസമെങ്കിലുമായി. അപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് നോക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. നമ്മൾ ഫ്രിഡ്ജ് മേടിച്ചിട്ടാണ് പോയത് EMIയിൽ. സാംസങ്ങിൻ്റെതാ ഈ ഒരു ഫ്ലവർ, ആ നേരെ കാണുന്ന ഫ്രിഡ്ജാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടെയും കറങ്ങി നടക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പലതരത്തിലുള്ള സംഗതികൾ, മെഷീനറീസൊക്കെ കാണാമല്ലോ. അപ്പോൾ ഒരുപാട് വാഷിംഗ് മെഷീൻ്റെ ടൈപ്സും റെഫ്രിജറേറ്ററിൻ്റെ ടൈപ്സൊക്കെ ഉണ്ടായിരുന്നു. നമസ്വി ഏതോ ഒരു എക്സ്കേർഷന് വന്ന പോലെ എന്നുള്ള പോലെ മൊത്തം എല്ലാ സ്ഥലത്തും പിന്നെ ഓടി നടക്കലായിരുന്നു പരിപാടി. അവളെ പോലെ തന്നെ 1-2 കുട്ടികളും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തു, നമുക്കിവിടെ ഒരു അരമണിക്കൂറോളം എടുത്തു അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് റെഫ്രിജറേറ്റർ വാങ്ങി. അത് കഴിഞ്ഞ ദിവസം അവർ കൊണ്ടുവന്ന് തരുകയും ചെയ്തു കേട്ടോ. എനിക്ക് ആ ഗ്രീൻ കളർ ആമ്പലുണ്ടായിരുന്ന ഫ്രിഡ്ജ് നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ ഡിസൈനിലല്ലല്ലോ കാര്യം, അതുകൊണ്ട് നമ്മൾ സാംസങ്ങിൻ്റെ ഈ ഒരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ഫ്രീ ഗിഫ്റ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഫ്രീ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷമായിരുന്നു. അവൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതും എന്തെങ്കിലും സർപ്രൈസ് കിട്ടുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഫുഡ് പാർസൽ വാങ്ങിയിട്ട് പോരുണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള സംഗതികൾ കാണിക്കാൻ ഒരുപാടൊന്നുമില്ല. ഇതാണിത് ഞാൻ വാങ്ങിയിട്ടുള്ള ആശിച്ച് മോഹിച്ച് മേടിച്ചിട്ടുള്ള സെറ്റുമുണ്ട്. ഇനി ഇതിപ്പോൾ ഓണാകുമ്പോഴത്തേക്കും അതിൻ്റെ ബ്ലൗസൊക്കെ ഏതെങ്കിലും ഒരു നല്ല ഡിസൈൻ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര പ്രൗഡൊക്കെയാണ്. ഞാൻ നമുക്കറിയാവുന്ന ഒരു കുട്ടിയുടെ ഒരു പേജിൽ നിന്ന് ഇത് വാങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഇത്രയും ഭംഗിയുള്ള യുണീക്കായിട്ടുള്ള ഒരു സംഗതി വാങ്ങിക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ആക്ച്വലി ഈ സെറ്റും കൊണ്ട് കുറച്ച് ടോളായിട്ടുള്ള ആളുകൾക്ക് പറ്റിയതാണ് കേട്ടോ. 2.8 ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട്. എനിക്ക് 2.5 മതി. ഞാൻ വളരെ ഷോർട്ടാണ്, 5 ഫീറ്റേ ഹൈറ്റ് ഉള്ളൂ. ഈ 2.8 എനിക്ക് അധികമായിരിക്കും. എന്നാലും ഈ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു കേട്ടോ. അതിൻ്റെ ലെങ്ത് നോക്കിയില്ല. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ, ഞാനത് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ചെറിയൊരു ടേബിൾ മാറ്റാണ്. അത് ടേബിളിൻ്റെ സെൻറ്ററിൽ ഫ്ലവർ വേസൊക്കെ വെക്കാൻ ഭംഗിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാറ്റാണ്. ഇവൻ ദോ നമുക്കത് നമ്മളെന്തെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്
ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ടേബിളിൽ വെക്കാം, ഇതിൻ്റെ മീതെ എടുത്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ സിയാൻ കവർലെറ്റ്സ് എന്നായിരുന്നു ആ ഒരു മാറ്റിൻ്റെയൊക്കെ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ആ പേജിൻ്റെ പേര്. ഇത് ഒരു ഹെർബൽ കാജലാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഉമ്മച്ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. നല്ലൊരു കൺമഷി എന്നുള്ള രീതിക്ക് അത് വാങ്ങിയിട്ടുള്ളതാണ്. അതും 180 എന്തോ ആണ് അതിൻ്റെ റേറ്റ് കേട്ടോ. ഇതൊക്കെ നേത്രി എന്നുള്ള ഒരു ഇൻസ്റ്റാ പേജിൻ്റെതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാ പേജ്, പട്ടമാല. ഞാൻ വീണ്ടും അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മടക്കി എടുത്ത് വെക്കുകയാണ്. ഇതല്ലാതെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമസ്ക്ക് തുടക്കത്തിൽ കാണിച്ച ആ ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ഒരു ബാഗാണ്, ഒരു കുഞ്ഞി ബാഗ്. എനിക്കൊരു ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ആ ബാഗ് ആക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മ വാങ്ങിയെന്ന്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. ഇതെൻ്റെ ഫേവറേറ്റാണ്. കുറോമി എൻ്റെ ഫേവറേറ്റ് ബാഗാണ്. എനിക്ക് ഇങ്ങനത്തെ ബാഗ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മിനി ബാഗാണ്. ഒരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാഗിനെ കുറിച്ച് ഞാൻ തന്നെ പറയും എന്ന് പറഞ്ഞതുകൊണ്ട് താമസിക്ക് ഞാൻ മൈക്ക് കൈമാറിയതാണ് കേട്ടോ, വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മൈജിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഒരു സ്റ്റോറേജ് ബോക്സ് ആണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ 2 ബോക്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അല്ലറ ചില്ലറ സാധനങ്ങളും ക്രാഫ്റ്റ് മെറ്റീരിയൽസും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആക്ച്വലി ഇത് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. പക്ഷേ കൊടുത്തത് താമസിയുടെ കയ്യിലായി പോയതുകൊണ്ട് പിന്നെ ഇത് അമ്മയ്ക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാടോ. താങ്ക് യു.